ചന്ദ്രയകത്ത് കൊണ്ടുപോയി കിടത്ത്. ഉറങ്ങാനല്ല, ഉറങ്ങാൻ പറ്റില്ലെന്നും അറിയാം. എന്നാലും ആ ക്ഷീണം ഒന്ന് മാറട്ടെ. ചെല്ല. ഇന്ന് അമ്മ ചന്ദ്രയോടൊപ്പം ഉണ്ടാവണം. അത് ചന്ദ്രയ്ക്കൊരാശ്വാസമായിരിക്കും. കഴിയുന്നതും ചന്ദ്രയുടെ മുമ്പിൽ പ്രകാശിന്റെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചന്ദ്രയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ചന്ദ്രയും കൊണ്ട് മധുരയിൽ ചെന്ന് ഒന്നിച്ച് കഴിയാവുന്നൊക്കെ പറഞ്ഞ് ഫ്ലാറ്റൊക്കെ എടുത്ത് വന്നവനാ. വലിയ സന്തോഷത്തിലാവും വന്നത്. പക്ഷേ ആ സന്തോഷം കാണാൻ ഈശ്വരന്മാർക്ക് കഴിഞ്ഞില്ല. നമ്മളെ നോക്കേണ്ട ഈശ്വരന്മാരൊക്കെ ഇങ്ങനെയാ ശാലിനി. ചില കാര്യങ്ങളൊക്കെ അവർ കണ്ടില്ലെന്ന് വെക്കും, പലതും അറിയില്ലെന്നും വയ്ക്കും. ആലോചിച്ചിട്ട് വല്ലാത്തൊരു വീർപ്പുമുട്ടലാ. എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ കല്യാണമാ ഇപ്പൊ അതിങ്ങനെയായി. പെങ്ങൾക്ക് ആശ്വാസവും കരുത്തുമാവേണ്ട ആളാണോ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ചിലരൊക്കെ നമ്മളെ പെട്ടെന്നിങ്ങനെ വിട്ടുപോകുമ്പോ മനസ്സ് പതറിപ്പോവും. എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവനാ. പക്ഷെ അവന്റെ ജീവൻ ഈശ്വരൻ നമ്മളിൽ നിന്ന് പറിച്ചെടുത്തോണ്ടങ്ങ് പോയി. എനിക്ക് അവൻ അനിയൻ തന്നെയാ. എന്നിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ? ഇവിടെ നമ്മൾ കൂടി തളർന്ന് പിന്നെ തീർന്നില്ലേ എല്ലാം? ആ റസാഖ്, പ്രകാശിനെ ഇടിപ്പിച്ച വണ്ടി ട്രേസ് ചെയ്ത് പിടിച്ചു. ഏതാ വണ്ടി? ആരാ ഓടിച്ചിരുന്നേ? ഇടിച്ച വണ്ടി മാണിക്കോത്തെ മഹേന്ദ്രന്റെ. ഇടിപ്പിച്ചത് മഹേന്ദ്രന്റെ ഡ്രൈവർ ചാച്ചപ്പനും. ശരി, ഓക്കെ മാഡം. പ്രകാശിനെ ഇടിച്ച വണ്ടി കിട്ടിയല്ലേ? കിട്ടി. ആരുടെയാ വണ്ടി? ആരാ ഓടിച്ചിരുന്നത്? വണ്ടി മാണിക്കോത്തെയാ ഓടിച്ചിരുന്നത്. നിങ്ങളുടെ ഡ്രൈവർ ചാച്ചപ്പനും.